നമ്മൾ ഇന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നത് സിഡ അക്യൂട്ട് ആണ്. നമ്മൾ മലയാളത്തിൽ കുറുന്തോട്ടി എന്നാണ് പറയാറ്. ഇത് മാൽവേസിയയിലുള്ളതാണ്. നമ്മൾ ഒന്ന് പഠിച്ചത് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് പ്രാക്ടിക്കലി ചെയ്തു. അപ്പോൾ ഈ ഹിബിസ്കസിന്റെ സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ് ഈ സിഡ അക്യൂട്ട് അല്ലെങ്കിൽ കുറുന്തോട്ടിക്ക് ഉള്ളത്. അപ്പം ഇത് ആ ഒരു പ്ലാന്റിന്റെ ഒരു പോർഷനാണ്. നമ്മൾ നോക്കിയാൽ ഇറക്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മ് കാണാൻ പറ്റും. ദെൻ ലീവ്സ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. കണ്ടില്ലേ, ഓരോ നോഡിലും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. പിന്നെ സ്റ്റിപ്യുലേറ്റ് ആണ്, അതായത് സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആണ്. ഇപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് സ്റ്റിപ്യൂൾ എന്താ. ഇവിടെ കണ്ടോ, ലീഫ് ലൈക്ക് ആയിട്ടുള്ള കുഞ്ഞ് അപ്പൻഡേജസ്, ഇതാണ് സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത്. അത് പ്രസന്റ് ആണ്. ദെൻ ലീവ്സ് സെറേഷൻ പ്രസന്റ് ആണ്, റെക്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. ഇത്രയൊക്കെയാണ് നമുക്ക്. ഇനി അടുത്ത് നമുക്ക് വേണ്ട ഫ്ലവറിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഇതാണ് സിഡയുടെ ഫ്ലവർ. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് വോൾ ആയിട്ടുള്ള കാലിക്സ് നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഹിബിസ്കസുമായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഇവർക്ക് എപ്പി കാലിക്സ് ആബ്സെന്റ് ആണ്. എപ്പി കാലിക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ ഹിബിസ്കസിന്റെ കേസിൽ കണ്ടു. കാലിക്സിന് തൊട്ടു താഴെയായിട്ട് ഒരുപാട് ബ്രാഡ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ആ ബ്രാഡ്സ് ആബ്സെന്റ് ആണ്. സോ എപ്പി കാലിക്സ് നമ്മൾ കാണുന്നില്ല. പിന്നെ കാലിക്സ് നോക്കൂ, കാലിക്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത് അല്ലെ. ഓരോ സെപ്പിൾസും ഫ്യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇവയുടെ ഏസ്റ്റുവേഷൻ വോൾവേറ്റ് ആണ്. എല്ലാം ഒരേ ഒരു ലെവലിൽ പോവാണ്, ട്വിസ്റ്റഡ് ഒന്നുമല്ല. ഒന്നിന്റെ ഉള്ളിലേക്കായിട്ടൊന്നും സെപ്പിൾസ് നിൽക്കുന്നില്ല. വാൾവേറ്റ് ഏസ്റ്റുവേഷൻ ആണ്. ഫ്യൂസ് ചെയ്തിട്ട് ഇതിന്റെ കേസിലും ഒരു കപ്പ് പോലെയാണ് നിൽക്കുന്നത്. അടുത്തതാണ് കൊറോള, സെക്കൻഡ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഇവിടെ നമ്മൾ കൊറോണ നോക്കിയാൽ 5 ആണ്. 1 2 3 4 ആൻഡ് 5 തന്നെയാണ്. കാലിക്സും 5 ആയിരുന്നു കേട്ടോ, ഞാൻ നേരത്തെ എണ്ണാൻ മറന്നു. 1 2 3 4 5 കാലിക്സും 5 കൊറോളയും പ്രസന്റ് ആണ്. പെറ്റൽസും 5 ആണ്. ഇനി നമ്മൾ പെറ്റൽസിന്റെ ഏസ്റ്റുവേഷൻ നോക്കിയാൽ, നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ട്വിസ്റ്റഡ് ആണ്, അതായത് ഈ ഒരു പെറ്റലിന്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു സൈഡ് പുറത്തോട്ടാണ് ഉള്ളത്, പക്ഷേ ഈ സൈഡ് ഉള്ളോട്ടുമാണ് ഉള്ളത്. അഡ്ജസന്റ് പെറ്റലിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ പെറ്റലിന്റെ ഈ സൈഡ് ഉള്ളോട്ടും ഈ സൈഡ് അഡ്ജസന്റ് പെറ്റലിന്റെ പുറത്തോട്ടും ആയിട്ടാണ് ഉള്ളത്. എല്ലാത്തിൻ്റെയും കേസിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓരോ പെറ്റലും ഒരു ഭാഗം ഉള്ളോട്ടും ഒരു ഭാഗം പുറത്തോട്ടുമായിട്ട്. അതിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് ഏസ്റ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 5 പെറ്റൽസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. 1 2 3 and 4 and 5th one. ഇനി ഈ പെറ്റൽസ് എല്ലാം ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാം കൂടി ചേർന്നിട്ടല്ല, ഓരോന്നും ഫ്രീ ആയിട്ടാണ് പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 2 പെറ്റലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഓരോ പെറ്റലും ഫ്രീ ആണ്. ഓക്കെ, അടുത്തത് ആൻഡ്രീഷ്യമാണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഈ ഫ്ലവറും ബൈസെക്ഷൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ, നിങ്ങളുടെ കയ്യിലുള്ള സ്പെസിമെൻ നോക്കിയാൽ ഒരുപാട് യെല്ലോ കളേർഡ് ആയിട്ടുള്ള ആന്തേഴ്സ് കാണാൻ പറ്റും. ഇതും ഒരു ബണ്ടിലായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബണ്ടിലിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഗൈനീഷ്യം ഉള്ളത്. സോ ഇതും മോണോ അഡൾഫസ് സ്റ്റേമിനാണ്. ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള സ്റ്റേമിന് മേലെ ഭാഗം മാത്രം ഫ്യൂഷൻ. നമ്മൾ മറ്റേതിന്റെ കേസിൽ ഫിലമെന്റിന്റെ കുറച്ച് ഭാഗം കാണാമായിരുന്നു, പക്ഷെ ഇവിടെ മേലെ ഭാഗം മാത്രമാണ്, ആന്തർ മാത്രമാണ് കാണുന്നത്. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ് ആണ്. സോ ഇതും ന്യൂമറസ് ആയിട്ടുള്ള ആന്തേഴ്സ് സ്റ്റേമിൻ പ്രസന്റ് ആണ്. ഇവരെല്ലാം കൂടി ബണ്ടിലായിട്ട് മോണോഡൾഫസ് സ്റ്റേമിനാണ്.
സോ നമ്മൾ പറഞ്ഞു മോണോഡൽഫസ് സ്റ്റേമനാണ്. എല്ലാ സ്റ്റേമനും ന്യൂമറസ് സ്റ്റേമൻ ഉണ്ട്, എല്ലാ സ്റ്റേമനും കൂടി ഫ്യൂസ് ചെയ്തൊരു ബണ്ടിൽ പോലെയാണുള്ളത്, ബണ്ടിൽ ഷീറ്റ് പോലെ. അതിൻ്റെ ഉള്ളിലാണ് ഗൈനീഷ്യം ഉള്ളത്. സോ ഇതിനെ ഡിസെക്റ്റ് ചെയ്താൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഗൈനീഷ്യം പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഗൈനീഷ്യം വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേമൻ മാറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കാണൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കിയാൽ 6 കാർപ്പൽസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക, 6 കാർപ്പൽസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ LS എടുത്ത് നോക്കാം. ഫ്ലവറിൻ്റെ LS എടുത്ത് നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. എന്നാലും നിങ്ങളുടെ കയ്യിലുള്ള ഇത് നോക്കിയാൽ, നമ്മൾ ഹിബിസ്കസിൻ്റെത് കണ്ടതാണ്. സോ ഇതിൻ്റെതും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പെസിമെൻ്റെത് നോക്കണം. ഇത് നോക്കിയാൽ മനസ്സിലാവില്ല. സുപ്പീരിയർ ഓവറി ആയിരിക്കും. അതായത് ഓവറിയാണ്, ഞാൻ ഈ ഓവർ ഇതാ ഇവിടെ എടുത്തുട്ടോ, ഓവറിയാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഓവറിയുടെ ബാക്കിലായിട്ടാണ് ബാക്കി ഫ്ലോറൽ ഓർഗൻസ്, അതായത് ബാക്കി ഇപ്പം ആൻഡ്രീഷ്യം, ദെൻ അത് കഴിഞ്ഞിട്ട് കൊറോള, കാലിക്സ് ഒക്കെ അതിൻ്റെ തൊട്ടു പിന്നിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സുപ്പീരിയർ ഓവറിയാണ്. സുപ്പീരിയർ ഓവറി എന്ന് വെച്ചാൽ ഹൈപ്പോഗൈനസ് ആണ് ഓവറി. ഇതിൻ്റെ കേസിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്പെസിമെൻ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. സോ ഇത് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കേസിൽ ഏറ്റവും ഫസ്റ്റ് ഇതാ എൻ്റെ കയ്യിൽ പോകുന്നു, ഓവറിയാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓവറിയുടെ താഴെ ആയിട്ടാണ് ബാക്കിയുള്ള ഫ്ലോറൽ ഓർഗൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഓവറിയുടെ CS ആണ് എടുക്കാനുള്ളത്. CS എടുക്കാൻ എപ്പോഴും ഒന്നുകിൽ ബഡ് അല്ലെങ്കിൽ സീഡാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ സീഡ് ഉണ്ട്. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഞാൻ എടുത്ത് നോക്കുകയാണ്. ഇതാണ് ക്രോസ് സെക്ഷൻ എടുത്തത്. നേക്കഡ് അതിനെ കൊണ്ട് കാണൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ആക്സിയൽ പ്ലാസന്റേഷൻ ആണ്. ആസ് ഇൻ ദി കേസ് ഓഫ് ഹിബിസ്കസിനും നമ്മൾ ആക്സിയൽ പ്ലാസന്റേഷൻ ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു ലെൻസോ മറ്റോ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിനും ആക്സിയൽ പ്ലാസന്റേഷൻ ആണ്. ഓക്കെ, വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, നമ്മൾ ഈ ആന്തർ നോക്കുവാണെങ്കിൽ ഈ പെറ്റൽസുമായിട്ട് അടിയിൽ കുറച്ച് ഫ്യൂസ് ചെയ്തതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. ആന്തർ അല്ലെങ്കിൽ സ്റ്റേമൻ നോക്കിയാൽ ഈ ഒരു കൊറോളയുമായിട്ട് കുറച്ച് ഫ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലോറൽ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? അത് ബൈസെക്ഷൽ ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും സെയിം പ്ലാന്റിലാണ് ഉള്ളത്. സോ ഞാൻ അത് എഴുതി. ദെൻ അടുത്തത് അവർ എന്താണ്, ആക്ടിനോമോർഫിക് ആണ് അല്ലേ? 5 പെറ്റൽസ് ആണുള്ളത്. അവരെ ഏത് പ്ലെയിനിൽ നിന്ന് മുറിച്ചാലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ പറ്റും. അതായത് ഹിബിസ്കസിന്റെ കേസ് പോലെ തന്നെ. സോ നമ്മൾ അതിനെ ആക്ടിനോമോർഫിക് ആണ് എന്ന് എഴുതി. ആൻഡ് അടുത്തത് കാലിക്സിനെയാണ് നമ്മൾ K എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. കാലിക്സ് നമ്മൾ കണ്ടു, കാലിക്സ് 5 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? 5 ആയിരുന്നു അവർ ഫ്യൂസ് ചെയ്തത് കൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വാൾവേറ്റ് എസ്റ്റിവേഷൻ ആയിരുന്നു. അടുത്തത് കൊറോളനെ നമ്മൾ C എന്ന് എഴുതി. അതും 5 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദേ വർ ഫ്രീ അല്ലേ? ഫ്രീ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അവർ ട്വിസ്റ്റഡ് ആയിട്ടായിരുന്നു കണ്ടത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി അടുത്തത് ആൻഡ്രീഷ്യമാണ്. ആൻഡ്രീഷ്യം ഒരുപാട് സ്റ്റേമൻ ഉണ്ടായിരുന്നു, ന്യൂമറസ് സ്റ്റേമൻ. സോ നമ്മൾ ഈ ഇൻഫിനിറ്റിയുടെ ചിഹ്നം കൊടുത്തു. അതുപോലെ മോണോഡൽഫസ് ആയിട്ട് അവർ ഫ്യൂസ് ചെയ്ത് ഒരു ബണ്ടിൽ പോലെ ഉണ്ടായത്. ഫ്യൂസ് ചെയ്തത് കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു കൊറോളയും ആൻഡ്രീഷ്യവും ഫ്യൂസ് ചെയ്തുകൊണ്ടാണുള്ളത്. ആൻഡ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്തു. ദെൻ ഗൈനീഷ്യമാണ്. ഗൈനീഷ്യം നമ്മൾ പറഞ്ഞു 5 കാർപ്പലല്ല
6 കാർപ്പലാണുള്ളത്. ആൻഡ് ദേ ഫ്യൂസ്ഡ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ദെൻ അടുത്തത് സുപ്പീരിയർ ഓവറി ആയിരുന്നു. ഓവറി ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് പ്ലേസ് ചെയ്തത്. നമ്മൾ സുപ്പീരിയർ ഓവറിയുടെ ചിഹ്നം ഇട്ട് കൊടുത്തു. സോ ഇതാണ് ഇവരുടെ ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ.